സാറിനെ നീ കളിച്ചിരുന്ന കഴിവട്ടാ. എന്താണ് സ്പെഷ്യല്? പുട്ടും ചെറുപയറും. ഓ, ഞായറാഴ്ച ആയിട്ടിന്ന് പപ്പടം ഒഴിവായി അല്ലേ? ചെറുപയർ കറി, പുട്ട്. ഇന്നലെ ചിക്കൻ. എന്റെ അമ്മ ഇന്ന് അടിപൊളിയാണല്ലോ ഞായറാഴ്ച. ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്, എന്നിട്ട് നാളികേരം പൊളിച്ചതാ. വെറുതെ ചായ നാളികേരം പൊളിക്കാണ്ട്. ഗോഡൌണില് പാമ്പ് കയറോ? നിങ്ങളോട് തേങ്ങ പൊളിക്കാൻ പറഞ്ഞിട്ട് ഞാനാണ് പൊളിക്കുന്നത്. ഞാൻ പൊളിക്കാം. ചായ കുടിക്കണേ. ഉപ്പും മലപ്പൊടിയിട്ട് വെച്ചിട്ടുള്ളത് സിമ്പിളായിട്ടൊരു പരിപാടി അല്ലേ വെച്ചിട്ടുള്ളത്. ഒരു പുട്ടുന്ന അയാളുടെ ഒരു കറി. പെണ്ണുങ്ങള് തേങ്ങ ചേർന്നപ്പോ ഇങ്ങനെ പലതല്ല ചെയ്യാ. ആണെന്ന് ചേർന്ന് പിന്നെ ഇങ്ങനെ വ്യാപാരം ചെയ്യും. കാലത്തിന് വിശക്കുണ്ടല്ലോ. നേരത്തെ പല്ലേ ചേരണം. പല്ല ചില വിശക്കാം. കുഞ്ഞി പല്ലേക്കില്ല. നല്ല കാര്യം. മതിയാ? മതി. നാളെ കേട്ടോ ചായക്കട പോലെ വെറുതെ കാണിക്കാൻ നിൽക്കണ്ട. പൊത്തോട്ടിക്കട്ടല്ലേ? ഇന്നിപ്പം ജീരകൊന്നിട്ടില്ലേ? കണ്ടില്ലേ? ഞാൻ വെച്ച് ഉറുമ്പ് കിടക്കണാണ്. നല്ല കരിയുറുമ്പ്. മോഹം കൊണ്ടു ഞാൻ സാറിന് പള്ളി പോകുമ്പോഴേക്കും പുട്ടാണല്ലേ? തേങ്ങ അധികമുള്ള കാരണം ഞാൻ ഒരേ കഷ്ണത്തിന്റെ തേങ്ങ നിങ്ങളെല്ലാം തിരക്കിയത് അതുകൊണ്ട് ഇഷ്ടമാവുന്നുണ്ട്. പണ്ട് ചായക്കടക്ക് പുട്ടുണ്ടാക്കുമ്പോഴേ അവസാനം ആകുമ്പോഴേക്കും നാളെ ചേർന്നിട്ട് കഴിയുന്നുണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ? ആദ്യത്തെ പുട്ടുമ്പോ നിങ്ങൾ ചേർന്നു ആദ്യം ഉണ്ടാക്കിയപ്പോ ഞാൻ കിട്ടും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കോമഡി പല പ്രാവശ്യം ഞാൻ ചിരിക്കില്ലേ? നീ പറഞ്ഞൊന്നും പറയണ്ടാവില്ല. പറയണ എന്താ കുഴപ്പം? ഇന്ന് മഴ ദിവസാ. 2 ഞായറാഴ്ച അടുപ്പിച്ച് വെയിൽ കിട്ടി. അപ്പൊ നമ്മള് സിമ്പിളായിട്ടൊരു ചെറുപയർ കറി പുട്ടിനുള്ളത്. മഞ്ഞൾപ്പൊടി എന്തായാലും കുറച്ച് പറയാം. പേരിന് അമ്മ എടുക്കട്ടെ കുട്ട. ആയിക്കോട്ടെ, സമയമായി തുടങ്ങി. ഷാറിന്റെ സ്ഥിരം സ്ഥലമാണുള്ളത്. പള്ളിയിൽ നിന്ന് വന്നിട്ട് സാവധാനം കഴിക്കാൻ നല്ല ചെറുപയർ. അപ്പോഴേക്കൊന്ന് കുറിയുണ്ടാവും പയറ്. അപ്പൊ നമ്മുടെ പയറ് റെഡി കഴിയില്ലേ? പയറൊന്ന് തളിച്ചാ അത് കഴിഞ്ഞു മാറി. ഞാൻ അവസാനം വരുമ്പോ തേങ്ങ പായ്ക്കാവും. അപ്പൊ അവസാനത്തെ കുറ്റി എനിക്ക് ആള് ഭയങ്കര മിടിക്കാണല്ലോ.
എന്താ ചെറുപയറും പുട്ടും പപ്പടം കഴിച്ച് പണി അവസാനിപ്പിക്കല്ലേ. ഇനിയേ നിങ്ങൾ നേരത്തെ പല്ലിക്കരുത് കേട്ടോ. നമുക്ക് പുട്ട് ചെറുപയർ വെറുതെ ഇങ്ങനെ ഒരു പുട്ട് നനയാൻ വേണ്ടിയിട്ട് ഭംഗിക്ക് 2 പപ്പടം ഇരിക്കട്ടെ അല്ലേ. ഈ മോന്താര ഇങ്ങനെ കാണിച്ചെന്നാൽ ഇങ്ങനെ പിടിക്കാൻ വൃത്തിയായിട്ടാണ് സ്വന്തമായിട്ട് നന്നായിട്ട് നല്ല ഭംഗിട്ടാണ്. ഇത് ചെമ്മീൻ വെക്കാണ്, ചെമ്മീൻ കറി വെക്കാൻ, തക്കാളി ചെമ്മീനും തേങ്ങ ഒരു നീട്ടൊരു ചാറ്. വലിയ പീസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. വലിയ പീസ് നമുക്ക് അതൊക്കെ മുറിച്ചാൽ നമുക്ക് ചിക്കൻ വറുത്ത് കറി വെക്കാം. ചിക്കൻ ഇഷ്ട വറുത്ത് ഇഷ്ടം വറക്കാറുള്ള അവനെ വറക്കാറുണ്ട്. അവനെ കാലൊക്കെ ചിക്കൻ കറി ഇല്ല. ഞങ്ങളെ കാലുണ്ട് വേണോ? ഇങ്ങനത്തെ വെട്ടിട്ടാ മുറിച്ച് ഇന്നലകളെ കൂടെ വരുമോ യൂട്യൂബ് ഷോർട്സ് എടുത്ത ഈ പാട്ട് നോക്കാം. നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് മുരിക്കണ്ട, നമുക്ക് റോസ്റ്റ് ആക്കാനുള്ള പരിപാടി. തൊമ്മൻ പതിവ് പോലെ മൊബൈലിൽ കളി തുടങ്ങി. എടാ നീ ഷെയറായിട്ടാ കളിക്കണത്? ഇപ്പൊ എന്താ സൗണ്ട് ആക്കണത്? നാളികേരം, ചെമ്മീൻ, തക്കാളി, ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ വെള്ളം മഞ്ഞുണ്ടാവില്ലേ, നമുക്ക് മസാല പറ്റേ. അപ്പോഴേക്കും കാര്യം ചെയ്തോ വേണ്ട. ഇത് കഴിഞ്ഞിട്ട് അത് എന്റെ കൂട്ടാൻ പണി ചെമ്മീൻ കറി വെച്ചോ. ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് വേറെ ഒന്നും കൂട്ടില്ല. ഒരു തുണ്ട മല്ലിപ്പൊടി, പേരിനൊരു മല്ലിപ്പൊടി. മറ്റേ ചോറൊരു കുതിർന്ന് കിട്ടാൻ വേണ്ടി ചാറല്ലേ. ഒരു തക്കാളി ഇട്ടാ മതി. സബോള ഇടണ മൂടി എത്തി കളയണല്ലേ. അത് ചെത്തും, അതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ചെത്തും. സവാള ഇട്ടോ. അപ്പൊ ഹോട്ടലിൽ കറി വെക്കണ പോലത്തെ മണം വരും കേട്ടോ. കുഴപ്പമില്ലല്ലേ. ഓരോന്നിന്റെ ടേസ്റ്റ് വരും അല്ലേ. സവാളക്കാണ് പ്രത്യേക രുചിയൊന്നുമില്ലേ, മധുരം ഉണ്ടാവില്ലേ. നല്ലൊരു മണമില്ലേ. വെളുത്ത സവാള ഉപയോഗിച്ചാൽ മധുരം ഉണ്ടാവും കറിക്ക്. ഞാൻ ഇന്നിപ്പോ കടയിൽ പോയപ്പോ തെരഞ്ഞെടുത്തിരുന്ന ചുവപ്പ് സവാള ആണെങ്കിൽ എരിവുണ്ടാവും. ബിരിയാണി വെക്കുമ്പോ ഒരുവിധം നല്ല പാചകക്കാരൊക്കെ ഈ വറക്കാനായിട്ട് എടുക്കൂലേ, വെള്ള സവാള നോക്കി വറക്കാം. അപ്പൊ വേഗം വാടാനല്ല, മധുരം ഉണ്ടാവും, ചെറിയ മധുരം. വറക്കാൻ ഉപയോഗിക്കണേ. മസാല ഉണ്ടാക്കുമ്പോ മറ്റേ ചുവന്ന സവാള ഇഞ്ചി ചതയ്ക്കാം. ഇഞ്ചി ചതച്ചിട്ടാ മതി.
ഒറ്റ ബക്കറ്റ് ഉണ്ടായിരുന്നതാ. ഒരു ബക്കറ്റ് ഫുൾ ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞത്? കഴിഞ്ഞു. ഇപ്പൊ ഇത് കഴിയുമ്പോ എന്താ ചെയ്യാ? അമ്മോട് പറയും. തിളച്ചിട്ട് ചെമ്മീൻ ഉണ്ടാക്കാം. ചെമ്മീൻ വെന്തതന്നെ. ചിക്കൻ മസാല കുറച്ചൊരു 1 മണിക്കൂറോളം ഇങ്ങോട്ട് 10 കറി വെക്കാം. ഒരു കറിക്ക് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ചിക്കൻ ഇട്ടാലോ? അവസാനത്തെ കുറച്ച് പീസ് നന്നാക്കി മുറിച്ചിരിക്കണം അല്ലേ? അത് സംഗതി തന്നെ. ശരിയായിക്കോട്ടെ. സാധനം ഇഷ്ടത്തിനുണ്ട്. 3.5 കിലോ കോഴിയാ. കുറച്ച് തൈര് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്, മുളകുപൊടി 2 ടീസ്പൂൺ കൂടെ ആക്കാം. 3 സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. 1.5 ആയിക്കോട്ടെ. ഒന്നിനും കുറച്ചുണ്ട. കുരുമുളക് പൊടി 1 തുണ്ട ഗരം മസാല. നമുക്കിതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് വയ്ക്കാം. ചായ 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 കുടിക്കട്ടെ. എന്താ തൊണ്ട ഉണങ്ങണ പോലെ. ഇന്നലെ ആ പാട്ടല്ല എപ്പോഴും പറഞ്ഞത്. ആ വീഡിയോ കണ്ടേ വയനാട്ടിൽ സംഭവം കാണിക്കുമ്പോഴൊക്കെ ഈ പാട്ടിന് ആൾക്കാർ മഴ. ഇപ്പൊ കുറെ ഷോർട്സ് കണ്ടിട്ട് ആ പാട്ട് തന്നെ ആയത്. അത് മുഖത്തൊന്നല്ല. ആസിഫ് അലി, ബാബുരാജ്, ഹനീബി. ചിങ്ങ റെഡി ആയില്ലേ? ഒന്നും ഔട്ടിട്ട് അടിപൊളി. നല്ലോണം കഴിയല്ലേ? സൂപ്പർ. ചിക്കൻ വറുത്താലോ? സമയം കുറച്ചായില്ലേ? നമുക്ക് ഈ ചിക്കൻ വറുക്കാം. ചിക്കൻ വറുത്തത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി. നമുക്ക് ചിക്കൻ ഇടാം. മുരിയൊന്നും വേണ്ട, കറി വയ്ക്കാനുള്ളതാ. ഹാഫ് ഫ്രൈ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വറുത്ത് കോരാം. ഇത് മുരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞോട്ടെ. നന്നായിട്ട് വന്നോട്ടെ. നമുക്ക് ഈ എണ്ണ തന്നെ നമുക്ക് ചിക്കൻ റോസ്റ്റാക്കും. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടില്ല.
അത് ഞാൻ മടക്കി വെച്ചാ രണ്ടാക്കി മടക്കില്ല ഞാൻ കുഴപ്പമില്ല അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും. ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ആയിട്ടില്ല സമാനപ്പെടേ നീ ഇത് ശരിക്കും മൊരിയണേ. ഇത് തന്നതിനാണല്ലേ കറി വെക്കാണ്ട്. അതൊക്കെ കൊടുക്ക് അവിടെ ഉണ്ടല്ലോ. കൊടുക്ക് പോട്ടെ ചെല്ലി ഇനി ഇത് കിട്ടണ്ട് നീ വിഷമിക്കണ്ടേ. ഇത് നേരം പോക്കിനാണുള്ള ചിക്കൻ ഫ്രൈ. കട്ടണോ ആ ടൊവിനോ ഒന്ന് കറക്റ്റ് സമയത്തിന് ടൊവിനോ നമ്മളെ ചിക്കൻ വറുത്ത എണ്ണ നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ചിട്ടത്, പച്ചമുളക് പോട്ടെ, ഒരു കഷ്ണം വലിയ ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, 10-12 വെളുത്തുള്ളി. ഇനി നമുക്ക് സവാള ഒരു 4-5 സവാള അതിന് സവാള നമുക്ക് കുറച്ചധികം ഇട്ടിട്ടുണ്ട് റോസ്റ്റിനുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടാവും അതിൽ നേരം തീർക്കാൻ പിന്നെ ചീത്തക്കാരത്തെ കൂടി മേടിക്കാറുള്ള സാധാരണ കേട്ടോ ഇല്ലാതെ അല്ലേ. മഞ്ഞപ്പൊടിയാ കുറച്ച് അപ്പൊ അത് പേപ്പർ കൊടുത്തില്ല, ഇത് കൊടുത്തില്ലായിരുന്നില്ലടാ. ഇതെന്ത് വെള്ളം വെച്ചേ? ഒരു 3 തക്കാളി ചെറുതാക്കിയില്ലേ. നമുക്കിനി 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, സവാള വാങ്ങിയിട്ടുണ്ട്. ഒരു സ്പൂൺ ഗരം മസാല, ഒന്നല്ല 1-2 സ്പൂൺ ഗരം മസാല, ഒരു പിടി മല്ലിയില, നമുക്ക് ചിക്കൻ വറുത്തിടാൻ പറ്റും. മോനെ റോസ്റ്റ് അവന് ചാറ് വേണോ? വേണ്ടല്ലോ അപ്പൊ സദ്യക്കുള്ള ചിക്കൻ അല്ലേ? അതന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ, മസാലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ആയിക്കോട്ടെ.
ചിക്കൻ റോസ്റ്റ് സൂപ്പറായിട്ടുള്ള സൂപ്പറായി. സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് അടിപൊളി. ചോറിനാലോ ആഹാ എന്നാ ചോറുന്നാ ചോറെടുക്കാം. ഓക്കെ സാറിനെ ചോറിനാ വാ. ചിക്കൻ റോസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെ അപ്പോൾ ഇതുപോലെ വയ്ക്കാത്ത ആൾക്കാർക്ക് വെച്ച് നോക്കട്ടെ, അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് നമ്മൾ ചെമ്മീൻ കറി ചിക്കൻ റോസ്റ്റും ഓനെ ചിക്കൻ റോസ്റ്റ് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഞട്ട് അപ്പോൾ നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കറി, പിന്നെ ചിക്കൻ റോസ്റ്റ്. ചിക്കൻ റോസ്റ്റ്. നമ്മളിപ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ ചിക്കൻ വറുത്തിട്ട്, അടിപൊളി ടേസ്റ്റാണ്. ബിരിയാണിക്കൊക്കെ ബിരിയാണിക്ക് നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കാറുള്ളൂ, അടിപൊളി. അപ്പോൾ പിന്നെ എന്നിട്ട് വന്നാലേ ഇറങ്ങിയിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്. തിന്നേ ഒരു കഷ്ണം കഴിക്കട്ടെ. ചോറിട്ടാ ചോറ് കൊടുത്തോ.